നമ്മളങ്ങനെ ഒരു ഹിഡൻ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ആന ഉരുപ്പടപ്പിൻ തോട്ടം. അത് പറ, തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ ആക്കില്ല. യെസ്, ഞാനുണ്ട്, അച്ഛനുണ്ട്, വലിയച്ഛനെ കാണിച്ചു തരാം. ഗൈസ്, ഇവരാ പഴയ കാലത്ത് ഇവരിവിടെയാണ് താമസിച്ചത്, വളർന്നത്. ഇത് എൻ്റെ അച്ഛൻ, ഇത് അച്ഛൻ്റെ ചേട്ടൻ, അങ്ങനെയൊന്നുമില്ല, വലിയച്ഛനും അച്ഛൻ. വലിയ എങ്ങനെയുണ്ടോ വലിയച്ഛൻ്റെ അനുഭവം ഇവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഇവിടെ കയറി നിക്കറിട്ട് ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയമാണ്. ഇതിൻ്റെ ഈ പാറകളിലൂടെ കയറി ഇറങ്ങി സ്കൂളില്ലാത്ത ദിവസം എല്ലാം ഇതിൻ്റെ മുകളിലായിരിക്കും. ഇവിടെ അതേപോലെ ഭീമൻ്റെ പാറയുണ്ട്, ഭീമൻ കഞ്ഞി വെച്ച സ്ഥലമുണ്ട്. കഞ്ഞി വെച്ച കുറച്ചുകൂടെ മുകളിൽ പോകണം. ഒരുപാട് സാധനങ്ങൾ ഇവിടെ തിന്നാൻ കിട്ടും, പല രീതിയിലുള്ള കായ്കൾ. ഇപ്പോൾ അതൊന്നും കാണാനില്ല ഇവിടെ വന്നപ്പോഴും. ഭീമന്റെ പാറ അവർ പണ്ട് ഇതിലെ വനവാസത്തിന് വന്ന സമയത്ത് ഇതുവഴിയാണ് വന്നത്. ഇതുവഴി വന്ന് ഉച്ചയ്ക്ക് ആഹാരം വെച്ചതാണ്. ആഹാരം ഉണ്ടാക്കി കഴിച്ചപ്പോൾ കഞ്ഞി വെച്ചപ്പോൾ 3 കല്ല് വെച്ച് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഒരു വലിയ പാറയുടെ മുകളിൽ 3 കല്ല് വെച്ച് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിപ്പോഴും കാണാം. എന്നാൽ കഞ്ഞി വെച്ചപ്പം കഞ്ഞീരെ പത വന്ന് ഈ പാറയിൽ വീണ് ആ പാറ അടയാളം, അപ്പം ആ കഞ്ഞീരെ പതേര അടയാളം, വെള്ള പതേര അടയാളം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ഭീമന്റെ പാറയാണ് കഞ്ഞി. ആ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ട് മുകളിലാണ്. അവിടെ കയറാൻ ഇത്തിരി ദുർഘടമാണ്. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കി കഞ്ഞി പിടിച്ചപ്പോൾ ഒരു നാരങ്ങയുടെ കുരു വിടുന്ന ഒരു നാരകം പൊടിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഐതിഹ്യം. അതിന്റെ പിറകെ ഒന്ന് നോക്കാം. ശരത്തുണ്ട്, ശരത്തൊരു ഹായ് കാണിക്കും. വഴിയൊന്നും നമുക്ക് വലിയ ഉറപ്പില്ല. നമ്മൾ പോണതാണ് നമ്മുടെ വഴി. മഴ പെയ്താൽ നമ്മൾ നന്നായിട്ട് നനയുന്നതായിരിക്കും. ഇങ്ങോട്ടെല്ലാം വണ്ടിയിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം നമ്മുടെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ബാല്യകാല ജന്മനാടാണ്. സോറി, ഇവിടെയാണ് അവർ കളിച്ച് വളർന്ന സ്ഥലം. ഓക്കെ, ഇപ്പോൾ അവർ സിറ്റിയിൽ തിരുവനന്തപുരത്ത്. പക്ഷേ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അവർ പഴയ സ്ഥലം കണ്ടത്. കണ്ടോ, വലിയൊരു പറ എണീറ്റിരിക്കണം. കണ്ടോ, ഇവരെല്ലാവരും ആ പാറയുടെ അടുത്ത് പോയി നിൽക്കാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ പാറയുടെ ഹൈറ്റും. ഞാൻ പറഞ്ഞു തന്നെ, കണ്ടോ, അച്ചുത്ത് പോരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കണ്ടോ, പാറ കണ്ടോ, ഹൈറ്റ് കാണുന്നില്ലേ? ഒരു കാര്യം തിരിച്ചാ അത്രേ ഉള്ളൂ. പാറ കണ്ടോ. ശരത്ത് എങ്ങനെയുണ്ടാ? അത് ശരി, കാട് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിള്ളേർ കൊച്ചിലൊക്കെ ചുടക്ക് വയ്ക്കില്ല, ഇങ്ങനെ ഊതിപ്പെരിക്ക് നെറ്റിലിങ്ങനെ ആ സാധനത്തിൻ്റെ ചെടി ഇതിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ കാടിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടല്ലേ ചിത്രസൂര യാത്ര? ഹാപ്പിയാണ്. ഇതേപോലുള്ള സ്ഥലത്ത് വല്ലപ്പോഴൊക്കെ നമ്മൾ വരണം മാത്രമല്ല, ജീവിതത്തിൽ വല്ലതും മാറ്റി വെച്ചിട്ട് ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലമാണ്. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം. ഇതെല്ലാം ഇവരെ പഴയകാല സ്ഥലങ്ങളാണ്. ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു സിംഹമോ പുലിയോ വന്നാൽ നമ്മളൊന്നും പേടിക്കേണ്ട, നമ്മളവരെ അവർ നോക്കും. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നമ്മളെ കാര്യം സിംഹമോ പുലിയോ നോക്കിയാലും നമുക്ക് പറ്റുന്നത് നമ്മൾ നോക്കും. ചെറുതെങ്ങനെയുണ്ടാ? ഫുള്ള് കാടാണ്. ഇവിടെ എന്ത് ഓടാ കാണും, പാമ്പ് കാണും. പക്ഷെ നമുക്കതൊന്നും വിഷയമില്ല. അച്ഛൻ ഫ്രണ്ടിൽ പോകും, വലിയ പോകും. അവിടെ ആ പാറ കണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന്, പക്ഷേ ഈ പാറയല്ല, വേറെയാണ്. ഈ തെറ്റിപ്പഴം ഇത് നമ്മൾ മുമ്പ് പണ്ട് കൊച്ചിലെ കഴിക്കുമായിരുന്നു. വിശപ്പിന്റെ പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വിശപ്പില്ലാത്തോണ്ടായിരിക്കും. വിശപ്പില്ലാത്തോണ്ട് നമ്മളിപ്പോ ഇതിനകത്ത് കഴിക്കുന്നില്ല. തറയിൽ കിടന്നില്ല, ചെടി പാമ്പൊക്കെ കാണും. കണ്ടോ, അന്യനും ചേട്ടനും കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടാ നടന്നു പോകണം. ചീവീടിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നോ? കണ്ടോ കണ്ടോ ചീവീട്. ഓ ഗായ്സ്, നമ്മൾ മല കണ്ടു പാറ. പക്ഷേ ഈ പാറയല്ല, നമ്മൾ ആ പാറയിലോട്ട് പോവും. ഇതൊക്കെ മഴ പെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് പായലൊക്കെ ആയി കിടക്കുകയാണ്. കണ്ടോ, കയറി ഇവിടെയൊക്കെ പോവാണ് അവർക്ക്. പറഞ്ഞത് നല്ലൊരു കാടാണ് ഇത്, ഇച്ചിരി നല്ല പാടാണ് ഇവിടെ കയറാൻ. ഞാനിപ്പോൾ ഇവിടെ വ്ളോഗറിനെ കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്. ഭയങ്കര ദുർഘടം വഴിയാണ്. അവരുടെ ട്രെയിൻ ടൈമിൽ അവർ കയറിക്കൊണ്ട് പോകും. നമുക്ക് വൈകിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഇതെങ്ങനെ കയറും നിങ്ങൾക്ക്? അത് ചാടി കയറി ഞാനും
ഗൈസ് നല്ല മുളകാണ്. ശരി. കിതപ്പായി. ഞാൻ പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം നോക്കും. കണ്ട ഇതൊക്കെ പഴയ ഉരുണ്ട പാറകൾ, ആനമായ പാറകൾ. ബാക്കിലെ പാറയും കൂടെ പണിയെടുക്കാതെ കള്ളച്ചൊറിഞ്ഞുകൊണ്ട് ഞാൻ തളർന്ന് പണിയെടുക്കണം. അവരൊക്കെ നോക്കി നോക്ക്, അവർക്ക് ഓടിച്ചാടി നടക്കണം. എല്ലാവരും മാക്സിമം ഈ പാറ എടുത്തു. പണിയെടുക്കുക. നമ്മൾ ജംഗിളിലൊക്കെ എത്തിയിരിക്കുകയാണ്. കൊടിയ വനം നോക്കി നമ്മൾ തൂങ്ങിയാണ് ഇപ്പോൾ ഇറങ്ങാൻ. നമുക്ക് അച്ഛൻ തൂങ്ങി ഇറങ്ങുന്നത് ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്തോ മൃഗത്തിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് സിംഹവും ആനയും കടുവയൊക്കെ വന്ന് പോകാറുണ്ട്. എങ്കിലും അതൊരു മൃഗത്തിന് നമുക്കതൊരു പ്രശ്നമല്ല. മേലോട്ട് പോകുമ്പോൾ നല്ല ചറുക്കും എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ നമ്മളെ സേഫ്റ്റി നോക്കി ക്യാമറ പെയിൻ്റ് തന്നുകൊണ്ട് ശരത്ത് മരത്തിൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ കയറുന്നതായിരിക്കും. ഈ ശരത്ത് കയറി ഇനി കാശ് അടുത്ത് എൻ്റെ യാത്രയാണ്. നമ്മൾ വെച്ചതിൻ്റെ അപ്പുറത്ത് റോഡായിരിക്കും ഒന്ന് ചതിച്ചാണ് കാശ്. ഫുള്ള് മലയാണെന്ന് അപ്പുറത്തും. അയ്യോ എൻ്റെ ഈ കിതപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന്. ഞാൻ തന്നത് കാശ് ഒരു മൈതാനം പോലെ കിടക്കണ പാറ. മൈതാനമല്ല, പാറയാണ്. ഞാൻ കയറുകയാണേ. ഓ കാശ് ഞാൻ വിട്ടു. വ്ളോഗർ വളരെ നിങ്ങൾ കാണുന്ന ആ പാറുണ്ടോ? ഒരു സൈലൻറ്റും ഇല്ല. ഞാൻ നല്ല ആക്റ്റീവാണ്. നാച്ചുറൽ സ്റ്റോൺ. ഇതൊരു പാറയുടെ മണ്ടയിലോട്ട് കയറുന്ന രംഗമാണ്. വീഡിയോ എടുക്കേണ്ട പാറയുടെ മണ്ടയിലോട്ട് കയറുന്ന രംഗമാണ്. പക്ഷെ ഇവിടെ അരുവിയുടെ ശബ്ദമുണ്ട്, അത് കണ്ടില്ല, നമ്മൾ കണ്ടുപിടിക്കും. മാമൻ ഏറ്റവും അവസാനം എത്തി. അവസാനമല്ല അത്. ചരക്കും ചെറുതെ കാശി ശരത്ത് പിന്നെ തളർന്നിട്ടില്ല. ഞാൻ കാണും അതാണ് മറ്റേ പാറ. വലിയ പാറ തൂവൻ്റെ ഇടയിൽ കൂടെ കാണണ്ട. തൂവൻ്റെ ഇടയിൽ കൂടെ ഒന്നുമില്ലേ? കണ്ടാ ചെറുതായിട്ട് കാണാം. സ്വിം ചെയ്ത് നോക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. അതാണ് നമ്മൾ പറഞ്ഞ പാറ. ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെ കണ്ടില്ല. അവിടെ ഇവിടെ ഒരു വലിയ പാറ. ആ പാറയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു കുഴിയിലായിപ്പോയി. കണ്ടോ ഒരു 10-30-40 മീറ്റർ താഴ്ചയാണ് ഇവിടുന്ന്. അതുകൊണ്ട് നമ്മൾ ആ സാഹസികത മാറ്റിവെച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ചെറിയ പാറ കാണിച്ചത്. ചെറുതല്ല, ഏറ്റവും വലിയ പാറ ആ മരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കാണണം. ഞാൻ നേരത്തെ കണ്ടു, ചെറുതായിട്ട് കണ്ട്. മരമല്ല നിങ്ങളാ കാണുന്നത്, അതൊരു മലയാണ്. ഞാനിപ്പോൾ കാണിക്കുന്നതിൻ്റെ എട്ടയിലൊരു വലിയ പാറയുണ്ട്. ഇതുകൊണ്ടാ കണ്ടേ പാറയല്ല, ഫോണിൽ കിട്ടൂല, അതാണ് മെയിൻ പ്രശ്നം. നിങ്ങളതിൻ്റെ ഇടയിലൊരു വലിയ പാറയുണ്ട്, ഫോണിൽ കാണിക്കാൻ പറ്റില്ല. വലിയൊരു കാടുമാണിത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറമാണ്. നമുക്ക് നോക്കാം, കാണിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങളെ ഞാനത് കാണിക്കും. പഴയൊരു കഥ, ഇവിടെ ചൈൽഡ്ഹുഡ് മെമ്മറി. നമ്മുടെ ജീവിതം തുടങ്ങണത് ഇവിടെ നിന്നാണ്. അച്ഛൻ അപ്പം പിന്നെ കൊച്ചല്ലേ വലിയ നല്ല ചെറുതല്ലേ? അമ്മ തീരെ ചെറുത്. എൻ്റെ അമ്മയ്ക്കൊന്നും അറിഞ്ഞില്ല. നമ്മൾ 72 1975 ഇവിടെ നമ്മൾ പോയി. 75 അതായത് അപ്പോഴോട്ടെ ഈ സ്ഥലം ഈ സ്ഥലം ഇങ്ങനെ തന്നെയാണ്. ആനാവൂർ സ്കൂള്, അത് ഈ സ്ഥലങ്ങളെല്ലാം. വെള്ളാട്ടപ്പം ഇവിടെ നിന്ന് കുറച്ച് ഇനിയുണ്ട്, ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് വെള്ളാട്ടേക്ക്. പക്ഷേ ഇതേപോലെ സീനറികൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടുത്തെ പ്രശ്നം പറയുമ്പോൾ ഈ വള്ളിക്കാടുകൾ കിടക്കുന്നുണ്ട്. നേരത്തെ ഈ വള്ളിക്കാടൊന്നും ഇല്ല, വഴികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വള്ളിക്കാട് പിടിച്ചതിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മൊത്തം നെരിയും കിടക്കുന്നുണ്ട്. വഴിയില്ലാത്ത രീതിയിൽ ഏത് വനത്തിലും ഒരു വഴി കാണും. പക്ഷേ ഈ വനത്തിൽ വഴിയില്ലാത്ത വള്ളിക്കാട് പിടിച്ചിങ്ങനെ നിറഞ്ഞു നശിച്ചു പോയി. കയറാൻ പറ്റില്ലെന്നല്ല, കയറാം. നല്ല സമയമെടുക്കും. നല്ല സമയമെടുക്കും. പിന്നെ ഇവിടുത്തെ ഈ പറഞ്ഞാൽ ഇവിടുത്തെ ആരെങ്കിലും ഒരു സ്ഥലവാസികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി.
എന്നാൽ നമുക്ക് സുന്ദരമായിട്ട് കയറിപ്പോയി അവർ കാര്യങ്ങൾ അറിയാം. നമ്മളിപ്പോൾ ഈ പണ്ട് ഇവിടെ ആണെങ്കിലും ഇപ്പോഴും നമ്മളിവിടെ പുതിയ ആൾക്കാരാണ്, പുതിയ തലമുറയാണ്. 50 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷെ നമുക്ക് സ്ഥലം നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര നിർത്തി. ഓക്കെ ബൈ. ചാടി പിടിച്ച് വലിച്ച് കരയിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്ത് മറ്റു കരയിൽ നിന്ന് നീന്താൻ അറിയാന്നുള്ള ആൾ കൈ തന്ന് പിന്നെ കയറി. അങ്ങനെ ഞാൻ ഇവിടെ ആ പഴയ പണ്ടത്തെ ഓർമ്മകൾ ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ആ ഓർമ്മ വരണത്. അതിൻ്റെ അടുത്ത് പിന്നെ സ്നേഹം കൂടി ഇവിടെ അല്ലെങ്കിൽ സ്നേഹം ഉണ്ട് ഇല്ലെന്നല്ല ഗൈസ്, അങ്ങനെ തെറ്റിയായിരിക്കല്ലേ. അങ്ങനെ നല്ല പഴയ ഓർമ്മകളൊക്കെ വരും ഇവിടെ വരുമ്പോൾ. എന്താണ് നമ്മുടെ ഒരു പാറയുടെ ഇവിടെ തച്ചിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് വന്നത് എന്തിനാണെന്നുള്ള കാര്യം അറിയാമോ? പോയി വീഡിയോ പോയി. നമ്മൾ താമസിച്ച പഴയ വീട്, പഴയ പള്ളി, ഞങ്ങളുടെ ദേശം എല്ലാം പാലിയോട് പള്ളി, മണവാരി. ഇവര് സ്ട്രഗിൾ ചെയ്തതിന്റെ ഒരു 100-1 പോലും. നമുക്കിവിടെ ഒരു മനോഹരമായ ഒരു സ്കൂളുണ്ട്, ആനാവൂർ സ്കൂൾ എന്ന് പറയുന്നത്. ആനാവൂർ വളരെ നല്ലൊരു സ്കൂളാണ്. പണ്ട് ഓലപ്പുര പണ്ടത്തെ ഒരു ഇതുണ്ട്. പണ്ട് ഞാൻ 74 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 74 ഒരു വലിയ കാറ്റടിച്ച് സ്കൂളെല്ലാം കൂടെ മറിഞ്ഞു വീണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് എടുത്ത് ചാടി ഹെഡ് മാസ്റ്റർ റൂമിൽ കയറുന്നു. ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് അവിടെ കുട്ടികൾക്ക് ആർക്കും അന്നൊന്നും സംഭവിച്ചില്ല. നല്ലൊരിതായിരുന്നു. അപ്പോൾ ഈ മരണത്തിന് വേണ്ടി വന്ന നമ്മൾ ഒരു 5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ മല കാണാൻ വേണ്ടി. ഇപ്പോൾ ഇത് മല കാണാൻ വന്നതല്ല, ഈ കുട്ടികൾ ഇവരെ കാണിക്കാൻ വേണ്ടി, നമ്മൾ ആ വരും തലമുറയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് ഈ മലയിലോട്ട് വന്നതാണ്. ഈ ഏരിയ കണ്ടതാണ്. അവർ ഇതുവരെ കാണാത്ത പാറകളും മലകളും എല്ലാം കണ്ടു, മരങ്ങളും കണ്ട് വളരെ ഹാപ്പി, സന്തോഷം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കണം. അതോടെ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും കാണാം. ഓക്കെ ബൈ, ടാറ്റാ.